ആ പാറ പോലും മനുഷ്യന്റെ തെറ്റുകൾ കൊണ്ട് കറുത്തുപോകുമെങ്കിൽ മനുഷ്യ മനസ്സ് തീർച്ചയാണ് അത് കറുത്തുപോകും, അത് ഇരുണ്ടുപോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പ്രാമാണികമായി കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു എന്നത് വലിയ സൗഭാഗ്യമാണ്. കൂടുതലായി അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ് സ്വായത്തമാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കേണ്ട, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തിയിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് അൽ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക്, അറിവിലേക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഹജറുൽ അസ്വദ് എന്ന് കേട്ടാൽ തന്നെ ഏതൊരാൾക്കും എന്താണത് സംഗതി, എന്തിനെപ്പറ്റിയുള്ളതാണ് വിഷയം, അത് പെട്ടെന്ന് മനസ്സിലാകും. കഅബയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുപ്രധാനമായ കാര്യമാണ് ഹജറുൽ അസ്വദ് എന്നത്. കറുത്ത നിറത്തിലുള്ള കല്ലാണ്. ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ല് എന്ന നിലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ ആ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നസലൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന. ഹജറുൽ അസ്വദ് വന്നിട്ടുള്ളത് സ്വർഗത്തിൽ നിന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. കഅബയുടെ ഒരു മൂലയിൽ പതിച്ചു വെച്ചിട്ടുള്ള, അവിടെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള സംഗതിയാണ് ഹജറുൽ അസ്വദ് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർക്ക് യാതൊരു സംശയവും അവിടുന്നിൻ്റെ വാക്കുകളിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും നിലക്ക് പരിഹസിക്കുക എന്ന ഒരു ശൈലി ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കേട്ടപ്പോൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നിഷേധിക്കുക ഒരു കല്ല്, എന്താണ് ആ കല്ലിനെ പറ്റി പറയുന്നതിൽ അർത്ഥമുള്ളത്, യുക്തിയുള്ളത് എന്ന നിലക്ക് നിഷേധിക്കുന്ന, അവഗണിക്കുന്ന ചോദ്യങ്ങൾ, സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു പ്രത്യേക നിറത്തിലുള്ള, വലിപ്പത്തിലുള്ള, ആകൃതിയിലുള്ള കല്ലിനെ പൂജിക്കുക, ആരാധിക്കുക എന്ന ഒരു സങ്കല്പമല്ല ഇവിടെ. ആ നിലക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. വിഷയത്തെപ്പറ്റി വേണ്ട ധാരണയും അറിവും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചർച്ചകൾ, സംസാരങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് എന്താണ്, ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വിശുദ്ധ ഇസ്ലാം ആരാധനയുടെ ഗണത്തിൽ പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അഥവാ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചര്യയാക്കി തന്ന, നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ കല്ലുപൂജയോ കല്ലാരാധനയോ സൃഷ്ടിപൂജയോ ഒന്നും ഉടലെടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പ്രമാണങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതുമായ വിഷയമാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നീക്കുക, ഒഴിവാക്കുക എന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച വിഷയത്തെ 4 രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. അതിലധികവും ഉണ്ടാകാം. അതിൽ ഒരു വിഭാഗം സൃഷ്ടിപൂജ അല്ലെങ്കിൽ കല്ലിനെ ആരാധിക്കൽ, ഈ തലത്തിലാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതും അവതരിപ്പിക്കുന്നതും. അവരുടെ ധാരണ ഒരിക്കലും തന്നെ സാധൂകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ദീനിൻ്റെ നിർദ്ദേശമാണ്. രണ്ടാമത്തെ വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിഷേധിക്കുക. ഒരു കല്ലിനെന്ത് പ്രത്യേകത, അല്ലെങ്കിൽ പാപങ്ങൾ കൊണ്ടൊക്കെ കറുത്തുപോകുന്ന കല്ലോ എന്താ വെളുത്തു പോകാത്തത്,
കാരണം നന്മ ചെയ്യുന്ന ആളുകളും സമൂഹത്തിലുണ്ടല്ലോ. അപ്പം നന്മകൾ കൊണ്ട് വെളുപ്പം വരേണ്ടതല്ലേ, പാപങ്ങൾ കൊണ്ട് കറുക്കുക മാത്രമാണോ നടക്കുന്നത്? ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ, നിഷേധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ പരിഹസിക്കുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ യാതൊരു മടിയും കൂടാതെ ലജ്ജയുമില്ലാതെ പരിഹസിക്കുന്ന പരിഹാസ ചോദ്യങ്ങളുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ. നാലാമത്തെ വിഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധരായവർ, അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട സുന്നത്തിനെ അനുവർത്തിക്കാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന, വിശ്വാസത്തോടുകൂടി അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, ആദ്യ 3 സ്വഭാവക്കാരെ നമ്മൾ പേടിക്കണം. നാലാമത്തെ സ്വഭാവം, അതായിരിക്കണം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സ്വർഗത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇറക്കപ്പെട്ട കല്ലാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പിന്നെയോ ആ കല്ല് നല്ല വെളുത്ത കല്ലായിരുന്നു. കറയില്ലാത്ത, ചെളിയില്ലാത്ത, മാലിന്യങ്ങളൊന്നുമില്ലാത്ത വെളുത്ത കല്ലായിരുന്നു. മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വഹുവ അശദ്ദു ബയാലം മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്ത നിറത്തിലായിരുന്നു. ഫസവ്വദതുഹു ഖതായ ബനി ആദം, ആദം മക്കളുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത്, കറുത്ത നിറത്തിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പാപികളായ മനുഷ്യർ ആ കല്ലിൻ്റെ അടുത്ത് വന്ന് അതിനെ സ്പർശിച്ച് അതിനെ തടവി, അതിൻ്റെ ഫലമായി, അത് കാരണമായി ആ കല്ല് കറുത്ത നിറത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ്. ഇവിടെ ദുർബലമായ ബുദ്ധി കൊണ്ട് ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. അഥവാ കുറേ നന്മകൾ ചെയ്യുന്ന ആളുകളും ആ കല്ലിൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ, എന്താണ് ആ കല്ല് വെളുക്കാത്തത്? യഥാർത്ഥത്തിൽ പാപങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് കറുത്തുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ വലിയ മഹത്തായ പാഠമുണ്ട്. ഒരു യുക്തി അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു വലിയ സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. എന്താണത്? ഉറച്ചു നിൽക്കുന്ന ഒരു പാറ, ആ പാറ പോലും മനുഷ്യൻ്റെ തെറ്റുകൾ കൊണ്ട് കറുത്തുപോകുമെങ്കിൽ മനുഷ്യ മനസ്സ് തീർച്ചയാണ് അത് കറുത്തുപോകും, അത് ഇരുണ്ടുപോകും. കറുകറുത്ത ഹൃദയത്തിൻ്റെ ഉടമകളായി പാപങ്ങൾ കൊണ്ട് മാറ്റപ്പെടും എന്ന മഹത്തായ തിരിച്ചറിവ്, മഹത്തായ സന്ദേശം ഇതിലൂടെയെല്ലാം വിശുദ്ധ ഇസ്ലാം നമുക്ക് തരികയാണ്. അപ്പോൾ വെളുത്തു പോകും എന്നത് പെട്ടെന്ന് മനസ്സിലാവും. വെളുക്കുക അല്ലെങ്കിൽ വെളുപ്പിക്കുക, വെളുപ്പിച്ചെടുക്കുക, അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് കറുത്തു പോവുക എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക എന്ന വലിയ ഒരു സന്ദേശം അവിടെ ഉണ്ട്. അപ്പോൾ ആ കാര്യം ഉൾക്കൊണ്ടാണ് വിശ്വാസികളായ നമ്മൾ എന്താകേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും. പിന്നെയോ ഖിയാമത്ത് നാളിൽ ആരൊക്കെയാണോ അതിനെ ഇസ്തിലാമ് ചെയ്തത്, കൈകൊണ്ടിങ്ങനെ ആ കല്ലിൻ്റെ നേരെ ആംഗ്യം കാണിക്കുക, അത് ചെയ്തവർക്കെല്ലാം, അഥവാ സത്യസന്ധമായി ശരിയായ നിലക്ക് നല്ല വിശ്വാസത്തോടെ ആ കാര്യം ചെയ്തവർക്കെല്ലാം സാക്ഷിയായി സംസാരിക്കുന്ന അവസ്ഥയിൽ പരലോകത്ത് അത് വരും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലയബ്അസന്നഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ലഹു ഐനാനി, 2 കണ്ണുകളുണ്ടാകും, യബ്സുറു ബിഹിമാ, കാണുന്ന രൂപത്തിൽ, വലിസാൻ യൻതിഖു ബിഹി, നാവുണ്ടാകും, അതുകൊണ്ട് സംസാരിക്കും, യഷ്ഹദു അലാ മനിസ്തലമഹു ബിഹഖിൻ, സത്യസന്ധമായി ആത്മാർത്ഥമായി അതിനെ അഭിവാദ്യം ചെയ്തവർക്കെല്ലാം അത് സാക്ഷിയായി വരും എന്നാണ്. നോക്കൂ നിങ്ങൾ,
ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് സഹോദരങ്ങളെ നിസാരമായി അവഗണനയോടെ ഒരു വിശ്വാസിക്ക് എടുക്കാൻ കഴിയുക? ഇവിടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഭാഗമായി ത്വവാഫ് എന്ന മഹത്തായ കർമ്മം, രണ്ടിൻ്റെയും റുക്കിനാണല്ലോ ത്വവാഫ്. ആ ത്വവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദിന് നമ്മുടെ കൈകൊണ്ട് ഇസ്തിലാം ചെയ്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സാധിക്കുമെങ്കിൽ ചുംബിക്കണം, ചുംബിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണം. സാധിക്കാതെ വരികയാണെങ്കിൽ ഓരോ ത്വവാഫ് ചുറ്റിക്കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കൈകൊണ്ട് ഇസ്തിലാം ചെയ്യണം, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇങ്ങനെ പറയുന്നവർക്ക് സാക്ഷി നിൽക്കുന്ന അവസ്ഥയിൽ ഹജറുൽ അസ്വദ് പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നാണ്. ഇത് ഹജ്ജും ഉംറയുമൊക്കെ, പ്രത്യേകിച്ച് ഉംറക്ക് അധികം ആളുകൾ ജീവിതത്തിൽ പോകുന്നവരാണ്. അപ്പോൾ ആ വേളയിൽ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അവർക്കത് ഓർക്കാനും അതേപോലെ മനസ്സിൽ കൊണ്ടുവരാനുമൊക്കെ സാധിക്കും എന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്ന് കരുതി ആ കഅബയുടെ എല്ലാ ഭാഗത്തും, അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നമ്മളിങ്ങനെ നെഞ്ച് ഒട്ടിച്ചു വെച്ച്, ശരീരം ഒട്ടിച്ചു വെച്ച്, കവിളും മുഖവുമൊക്കെ അതിലൂടെ ഇങ്ങനെ ഉരസി കൊണ്ടുപോകുന്ന അവസ്ഥ പാടില്ല. ആ നിലക്ക് ബർക്കത്തെടുക്കാൻ, പുണ്യമെടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യുന്നത് കണ്ടു. കഅബയുടെ ഓരോ ഭാഗത്തും ഇങ്ങനെ സ്പർശിച്ചും തൊട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവിടെ ചെയ്യേണ്ടത് ഹജറുൽ അസ്വദിനും റുക്നുൽ യമാനിക്കും ഒന്ന് ഇസ്തിലാം ചെയ്യുക എന്ന കാര്യമാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ച ആയത്ത് ഓതിക്കൊടുത്തു. അവിടുന്ന് ഇത്രയാണ് ചെയ്തത്. മുആവിയ റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുകയാണ്. വേറെ ചോദ്യത്തിനോ അല്ലെങ്കിൽ തർക്കിക്കാനോ ഒന്നും തയ്യാറാകല്ല. തെളിവ് ബോധ്യപ്പെട്ടു, അത് ഉൾക്കൊള്ളുന്ന സാഹചര്യം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ ഈ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക അല്ലെങ്കിൽ ഇസ്തിലാം ചെയ്യുക, അത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ കാര്യമാണ്. ഒരിക്കലും ആ കല്ലിന് സ്വന്തമായി എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയും, അല്ലെങ്കിൽ ആ കല്ല് നമുക്ക് ബർക്കത്ത് തരും, ആ വിശ്വാസമല്ല. ഇപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ മറവിൽ, അതിനെ മറപിടിച്ചുകൊണ്ട് പല ജാറങ്ങളെയും വെളുപ്പിക്കാൻ നോക്കുന്ന ആളുകളുണ്ട്. മഹാന്മാരെന്ന് സങ്കല്പിക്കപ്പെടുന്ന പലരും ഇരുന്ന സ്ഥലത്ത്, താമസിച്ച സ്ഥലത്ത്, അവർ കഴിച്ചുകൂട്ടിയ പ്രദേശത്ത് അവിടൊക്കെ ബറക്കത്തുണ്ട്. ഒരു കല്ലിന് പോലും ബറക്കത്തുണ്ടെങ്കിൽ പലതിനും ബറക്കത്തുണ്ടല്ലോ എന്ന നിലക്കൊക്കെ തെറ്റായ ചിന്തകളിലേക്ക്, ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് പോകുന്ന ആളുകൾ സഹോദരങ്ങളെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ആ കല്ലിന് സ്വമേധയാ അസ്തിത്വപരമായി എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയാണോ അതിനെ ഇസ്തിലാം ചെയ്യുന്നതും ചുംബിക്കുന്നതും? ഒരിക്കലും അല്ല. അതാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അദ്ദേഹം ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വന്നു, ഫഖബ്ബലഹു, അതിനെ ചുംബിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജർ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലാ തദുറു വലാ തൻഫ, നീ ഉപകാരം നൽകുകയോ ഉപദ്രവം തടുക്കുകയോ ഇല്ല. വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക, എൻ്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. എത്ര വ്യക്തമാണ് കാര്യം, നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് മനുഷ്യനിർമ്മിത ജാറങ്ങളിലേക്ക്, വ്യാജ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അത് വലിയ അപകടം പിടിച്ച പണിയാണ്. അതോടൊപ്പം തന്നെ പിന്നെ മഹാനായ നാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കണ്ടു, യസ്തലിമുൽ ഹജറ ബിയദിഹി, തൻ്റെ കൈകൊണ്ട് ഹജറുൽ അസ്വദിനെ ഇങ്ങനെ അഭിവാദ്യം ചെയ്തു, സുമ്മ ഖബ്ബല യദഹു,
പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ചുംബിച്ചു. വഖാല മാ തറക്തുഹു മുൻദു റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്ത് കണ്ടത് മുതൽ ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ നിലക്കുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ സാധിക്കുമെങ്കിൽ ചുംബിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട്, നമ്മുടെ കൈപ്പത്തി കൊണ്ട് അതിന് ഒരു ആംഗ്യം, ഒരു ഇഷാറത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നതെല്ലാം വിശുദ്ധ ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇസ്ലാം നമുക്കൊരു ഇബാദത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പൂർണ്ണതയിൽപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ടുള്ള ചര്യകളിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട വിഷയം. ആ കല്ലിന് പ്രമാണങ്ങൾ കൊടുത്ത പരിഗണന എന്താണോ അത് കൊടുക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം. നിഷേധിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകരുത്. അതിരുവിട്ട് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പാടില്ല. മുത്തവസ്സിത്തായ മധ്യമ നിലപാട് അഥവാ പ്രമാണത്തിൻ്റെ നിലപാട് ആ വിഷയത്തിൽ കൈവരിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.